അല്ല അതൊക്കെ ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ ഇഷ്ടംപോലെ ഒരുപാട് പിള്ളേർ ഒരുപാട് എൻ്റെ എഫ് ബി എടുത്ത് നോക്കി എൻ്റെ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കടിയിൽ വന്നതാണ് ചേച്ചി അഭിനയിക്കാൻ എങ്ങനെ ഇപ്പം നമ്മൾ തന്നെ നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നില്ല നമുക്ക് തന്നെ ചാൻസ് ഒരു പ്രൊഡ്യൂസറായിട്ട് വന്ന ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാൽ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ഒരു സിനിമ വരുമ്പോഴത്തേക്കും ഒരു 10 ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി അവരുടെ 10 പേര് അവർക്ക് മനസ്സിലുണ്ടാവാം, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. നമ്മൾ അലഞ്ഞിരിഞ്ഞ് നടക്കുക അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളെന്നുള്ള ഒരാളുണ്ട് എന്ന് അവരെ ഇതാക്കുക എന്നൊക്കെയുള്ള എല്ലാം നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇത്രയും ഒരുപാട് ചെറുപ്പക്കാരന്മാർ ഇത്രയും ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കുമാണ് ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരെ ഞാനതിൽ വലിയ ഇത് കാണുന്നില്ല. അപ്പം കുപ്രസിദ്ധിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനുമുള്ളൊരു എന്താ പറയുക സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഇത് മാനദണ്ഡമാണ് എന്ന് അവരും കൂടി അത് ഉറപ്പിക്കുക. പിന്നെ നല്ല കഴമ്പുള്ള സിനിമയാണ് എന്നുണ്ടെങ്കിൽ നല്ല കഥയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ഇതിൻ്റെയൊന്നും ആവശ്യം വരണില്ല. ഇപ്പം എവിടെ തന്നെ തരുമൂർത്തി പറഞ്ഞല്ലോ, ഇപ്പം എന്തുകൊണ്ട് പ്രൊമോഷൻ അവരാരെയും വിളിച്ചില്ല എന്ന് വെച്ചപ്പോഴത്തേക്കും ഇതിപ്പോൾ സിനിമേനെ പറ്റി അറിയണമെങ്കിൽ നമ്മളോടല്ലേ കൂടുതൽ ചോദിക്കേണ്ടത്. ഇപ്പം നടന്മാർക്കും നടിമാർക്കും പരിമിതിയുണ്ടല്ലോ സിനിമേനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട്. ഇപ്പം നമുക്ക് പരിമിതിയില്ലല്ലോ, കാരണം സിനിമേനെ കുറിച്ചിട്ട് അവരാണ് കുറച്ചുകൂടെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡയറക്ടേഴ്സും അവർക്കല്ലേ കുറച്ചുകൂടെ പറയാൻ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇതുപോലെ ഓരോ വിഷയത്തിനെയും നമ്മളിങ്ങനെ ചെകഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതികരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ.